അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ തനിക്ക് അനുകൂലമായ സർവേ പങ്കുവച്ച് ശശി തരൂർ എം പി 28.3% പേർ തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെടുന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലമാണ് പങ്കുവച്ചത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഈ സർവേ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു? എന്താണ് അദ്ദേഹം പങ്കുവച്ചത്? അമൃത, വോട്ട് വൈബ് കേരള എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയാണ് ശശി തരൂർ തന്റെ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് താൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ്. 28% 3% ആൾക്കാർ ആഗ്രഹിക്കുന്നത് താൻ മുഖ്യമന്ത്രി ആയി വരണം എന്നുള്ളതാണ്. ഈ സ്വകാര്യ ഏജൻസിയെ പറ്റിയുള്ള മറ്റ് വിശദീകരണങ്ങളില്ല. കഴിഞ്ഞ 2-3 ആഴ്ചയായി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിന്റെ ഒഫീഷ്യൽ എക്സ് അക്കൌണ്ടിലൂടെയാണ് അല്പസമയം മുൻപ് ഈ വാർത്ത അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളോടൊക്കെ തന്നെയും ഈ വാർത്ത ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ സർവേയിൽ പറയുന്നത് ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതിൽ 27% പേര് പറയുന്നത് കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ്. 27% പേരും അങ്ങനെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 28% പേർ, അതായത് തരൂർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 28% ആൾക്കാരും ആഗ്രഹിക്കുന്നത് തരൂർ മുഖ്യമന്ത്രി ആകണമെന്നാണ്. 15% 4% പേരാണ് വി ഡി സതീശന് പിന്തുണയ്ക്കുന്നവർ. അതോടൊപ്പം തന്നെ 24% പേർ കെ ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് LDF സർക്കാരിന്റെ 2 ടേമായി ഭരിക്കുന്ന LDF സർക്കാർ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ UDF അധികാരത്തിൽ വരും. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശശി തരൂർ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് തന്നെയാണ്. അതിൽ വി ഡി സതീശന് 15.4% പേർ മാത്രമാണ് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നത്. 17.5% പിണറായി വിജയനെ വീണ്ടും അനുകൂലിക്കുന്നവർ. ഏറ്റവും കൂടുതൽ പേർ അനുകൂലിക്കുന്നത് കെ ശൈലജ മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ LDF മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിൽ അവ്യക്തത നിലനിൽക്കുന്നുള്ളത് 41.5% പേരാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായപ്പെടുന്നത്. അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്നാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഈ കേരള വൈബ് എന്ന് പറഞ്ഞ ഏജൻസി നടത്തിയ സർവേയിൽ വ്യക്തമാകുന്നത്. എന്തായാലും ശശി തരൂരും കേന്ദ്ര കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെയും വലിയ അസ്വാരസ്യങ്ങൾ അത് തന്നെയാണ് സജു. കാരണം ഇപ്പോൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് തരൂർ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സർവേ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് അത് നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിക്കുകയല്ലേ ചെയ്യുക? അമൃത, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സർവേ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ നമുക്കറിയാം പല ഈ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് പല വാക്കുകളിലൂടെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെയും കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ചില നടപടികൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണെന്ന് വേണം പറയാൻ. അതായത് അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാവുന്നത്, പ്രത്യേകിച്ച് BJP ബന്ധമൊക്കെയും ആരോപിക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെയും അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ദേശീയ തലത്തിൽ ശശി തരൂർ സ്വീകരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. ആ നിലയിലാണ് ഇപ്പോൾ പുതിയ ഒരു വിഷയം കൂടെ ശശി തരൂർ ഇപ്പോൾ മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മറ്റൊരു വലിയൊരു കോളിളക്കം കൂടി സൃഷ്ടിക്കാനാണോ ശശി തരൂരിന്റെ നീക്കമെന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത്. ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ പഠനമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സർവേ ആണെങ്കിൽ പോലും അത് തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയും പല ദേശീയ മാധ്യമങ്ങളും പത്രങ്ങളടക്കം ഈ സർവേ ഇപ്പോൾ വാർത്തയാക്കി. എന്തായാലും ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തരൂരിനെതിരെ ഇനിയിപ്പോൾ സംസ്ഥാന കേന്ദ്ര നേതൃത്വം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഏവരും ആകാംക്ഷപൂർവ്വമാണ് കാത്തിരിക്കുന്നത്. അമൃത. തോമസ് ആർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.